നമസ്കാരം. നവരാത്രിയുടെ നാലാമത്തെ ദിവസമാണിന്ന്. നാലാമത്തെ രാത്രിയാണിന്ന്. ഇന്ന് നമ്മൾ ഭജിക്കുന്നത് കൂഷ്മാണ്ഡ ദേവിയാണ്. കൂഷ്മാണ്ഡ ദേവിയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്നും കോസ്മിക് എനർജിയുടെ സ്രോതസ് എന്നും പറയപ്പെടുന്നു. കൂഷ്മാണ്ഡ എന്ന നാമം 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. കു എന്ന് പറഞ്ഞാൽ കുറച്ച്, ഊഷ്മാവ്, ഊർജം, അണ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടിയുടെ ഊർജം അണ്ടത്തിൽ സൂക്ഷിച്ചവൾ, അങ്ങനെയാണ് കൂഷ്മാണ്ഡ ദേവിയെ പറയുന്നത്. ഊർജം അണ്ടത്തിൽ സൂക്ഷിച്ച ദേവിയാണ് കൂഷ്മാണ്ഡ ദേവി. ഭഗവാൻ പരമശിവനുമായുള്ള വിവാഹത്തിന് ശേഷം ശിവശക്തി ഭാവത്തിലായ ഉമാദേവിയാണ് കൂഷ്മാണ്ഡ ദേവി എന്നും പറയുന്നു. ഭക്തർക്ക് ആരോഗ്യം, ശക്തി, ധൈര്യം എന്നിവ പ്രദാനം ചെയ്യുന്ന ദേവിയാണ് കൂഷ്മാണ്ഡ ദേവി. ദേവിയുടെ പരിശുദ്ധമായ ചിരിയിൽ തന്നെ പ്രപഞ്ചത്തിനായുള്ള ഊർജവും പ്രകാശവും നിറഞ്ഞിരിക്കുന്നു എന്നാണ്. കൂഷ്മാണ്ഡ ദേവി സിംഹവാഹിനിയാണ്. സിംഹത്തിന്റെ പുറത്താണ് ദേവി സഞ്ചരിക്കുന്നത്. ദേവിയുടെ 8 കൈകളിലായി കലശം, അക്ഷരമാല, അസ്ത്രം, ധനുസ്, ഗദ, ചക്രം, കമണ്ഡലു, താമര എന്നിവ കാണപ്പെടുന്നു. കലശത്തില് അമൃത് ആണെന്നും അതുപോലെ തന്നെ ദേവിയുടെ രക്തമാണെന്നും പറയപ്പെടുന്നുണ്ട്. സൂര്യമണ്ഡലം നിയന്ത്രിക്കുന്ന ദേവീഭാവമാണ് കൂഷ്മാണ്ഡ ദേവി. ദേവിയെ ഭജിക്കുന്നതിലൂടെ നമുക്ക് ധൈര്യം, ഊർജം, എന്തിനേയും നേരിടാനുള്ള കഴിവ് അതൊക്കെ നമുക്ക് ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നവരാത്രിയുടെ 4ാമത്തെ ദിവസമായി ഇന്ന് ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ നിറം ഓറഞ്ചാണ് എന്ന് പറഞ്ഞിരുന്നു. ഓറഞ്ച് നിറം ഉത്സാഹം, അഭിനിവേശം, എനർജി, ഊർജം എന്നിവയൊക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഓറഞ്ച് വസ്ത്രം ധരിക്കുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ആ ഒരു എനർജി നമ്മളിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. മാത്രമല്ല നവരാത്രിയുടെ 5ാമത്തെ ദിവസമായ നാളെ നമ്മൾ ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളയാണ്. സ്കന്ദമാതയായിട്ടുള്ള ദേവീഭാവത്തെയാണ് നാളെ നമ്മൾ ഭജിക്കുന്നത്. ദേവിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നമസ്കാരം.